നമുക്കിന്നില്ലേ നല്ലൊരു ഹെന്ന ഡിസൈൻ പഠിച്ചാലോ? ആദ്യം വേണ്ടതില്ലേ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ സൈഡിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈന് 4 എണ്ണമാണ് വേണ്ടത്. അതുപോലെ അതുപോലെ മേലിൽ നിന്നും താഴോട്ടേക്കാണ് വേണ്ടത് കേട്ടോ. ഇതുപോലെ വരച്ച് സൂക്ഷിച്ച് ഇതുപോലെ നല്ല വൃത്തിക്ക് മെല്ലനെ വരച്ചതിന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഫ്ലവറിൻ്റെ ലീഫില്ലേ അതുപോലെ ഇതിൽ കാണുന്ന പോലെ വരച്ചാൽ മതി. ഇത് ഓണാക്കിയിട്ട് നിങ്ങൾ വരച്ചതിന് നിങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടും. മൈലാഞ്ചി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സമയമെടുത്ത് ചെയ്യുന്നോ അത്രയും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് മൈലാഞ്ചി കിട്ടും. നമ്മൾ അത്രയും സ്ലോ ആയിട്ട് ചെയ്യുമ്പോൾ അതുപോലെ നല്ല സെറ്റായിട്ട് കിട്ടും. പിന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനും കാട്ടിയും വൃത്തിയിൽ കിട്ടും. ആദ്യമായിട്ട് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ലീഫ് മുഴുവനും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. അപ്പോൾ കാണാൻ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളും വരച്ചാൽ മാത്രമേ കാണാൻ വൃത്തി ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക. 2 ലൈനായിട്ട് വരച്ച് കൊടുക്കുക. ഈ കാണുന്നത് പോലെ ലൈൻ ഇട്ട് കൊടുക്കുക. ഇതിന് ഇങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിനുള്ളിലായ ലൈൻ എക്സ് പോലെ ലൈൻ ഇട്ട് കൊടുക്കുക. അത് സൂക്ഷിച്ച് വരച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മളില്ലേ ഇത് മെല്ലനെ വരച്ചതിന് ശേഷം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ലൈൻ ഇട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ മെല്ലനെ ഫില്ലാക്കി കൊടുക്കുക. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ നോക്കി ചെയ്താൽ ഇതുപോലെ ഫുള്ളും ഫില്ലാക്കി കൊടുക്കുക. അതിന് ശേഷം ഈ ഫ്ലവറിൻ്റെ നടുഭാഗമില്ലേ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല വൃത്തിയായിരിക്കും. കുറച്ചും കൂടി ഭംഗി വരാനാണ് ഈ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഡിസൈൻ ഇവിടെ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് തരണം കേട്ടോ.